2019 കൈവിട്ട പാലക്കാട് കോട്ട തിരിച്ചുപിടിക്കാനാകുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി. പ്രചാരണം അവസാനിക്കുമ്പോൾ ജനവിധി അനുകൂലമാകുമെന്ന ആത്മവിശ്വാസം സ്ഥാനാർത്ഥി എ വിജയരാഘവനുണ്ട്. കേന്ദ്ര സർക്കാരിനെതിരായ വികാരം ജനങ്ങളെ ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുമെന്ന് വിജയരാഘവൻ അമൃത ന്യൂസിനോട് പറഞ്ഞു. ഗൂഗിൾ രമേശ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 1.5 മാസം നീണ്ടുനിന്ന പരസ്യപ്രചാരണം അവസാനിക്കുമ്പോൾ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുമുന്നണി വലിയ വിജയപ്രതീക്ഷയിലും ആത്മവിശ്വാസത്തിലും തന്നെയാണ്. സ്ഥാനാർത്ഥി എ വിജയരാഘവൻ നമ്മളോടൊപ്പം ചേരുകയാണ്. സർ നമസ്കാരം. എങ്ങനെയുണ്ട് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ ഇതുവരെ? പൊതുവെ ആവേശകരമായ പ്രതികരണമാണുള്ളത്. നമ്മുടെ ജനങ്ങൾ പൊതുവെ സംഘടനാ സംവിധാനം പ്രത്യേകിച്ചും വളരെ ഊർജ്ജസ്വലമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അവസാന നിമിഷം വരെ വളരെ ഗൗരവത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനം ആവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ കഴിഞ്ഞ 2 മാസമായി ഇവരെല്ലാവരും വളരെ നല്ല നിലയിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ പൂർണ്ണതയാണ് നാളെ ഉണ്ടാകാൻ പോകുന്നത്. അത് ഇടതുപക്ഷത്തിന് അനുകൂലമാകുമെന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. തീർച്ചയായിട്ടും 2 പതിറ്റാണ്ട് ഇടതുപക്ഷം കയ്യിൽ കൊണ്ടു നടന്ന മണ്ഡലമാണ് പാലക്കാട്. 2019 അത് കൈവിട്ടു. ഇത്തവണ എന്തായാലും അത് തിരിച്ചു പിടിച്ച് അടങ്ങുമെന്നുള്ളൊരു ഇതിൽ തന്നെയാണല്ലേ? ഇത് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ആത്യന്തികമായ ജനവിധിയാണ്. അത് നമ്മളെപ്പോഴും ബഹുമാനിച്ചുകൊണ്ടിരിക്കണം. സാധാരണഗതിയിൽ ഇടതുപക്ഷത്തിന് ഭേദപ്പെട്ട സ്വാധീനമുള്ളൊരു നിയോജകമണ്ഡലമാണ്. സ്വാഭാവികമായിട്ടും അത് തിരിച്ചു പിടിക്കാനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ പ്രചരണം അത് ബോധ്യപ്പെടുത്തുന്നുണ്ട്. പൊതുരാഷ്ട്രീയവും അതിന് സഹായകരമാണ്. മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് നിന്നിട്ടുള്ള ഘടകങ്ങൾ ഇത്ര നാളത്തെ പ്രചരണത്തിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ളത് എന്തൊക്കെയാണ് സർ? ഒന്നാമത്തെ ഘടകം ജനങ്ങളുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് നിലവിലുള്ള കേന്ദ്രഭരണം പാർലമെൻറ്റാണല്ലോ നിയമങ്ങളും നയങ്ങളും ഉണ്ടാക്കുന്ന സ്ഥലം. അതിൻ്റെ ഒരു പ്രതിഫലനം നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ പ്രകടമാണ്. ഇത് വിപരീത ഫലങ്ങളാണ്. സാധാരണ ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് അവരുടെ വരവും ചെലവും ഒപ്പിച്ച് മുന്നോട്ട് പോകാൻ വളരെ പ്രയാസമുണ്ട്. ജീവിത ചെലവുകളിൽ വലിയ വർധന വന്നിട്ടുണ്ട്. കേരളം പോലെയുള്ള താരതമ്യേന സംസ്ഥാനത്തിൻ്റേതായ കുറേ മുൻകൈയെടുത്ത സാമൂഹ്യ സുരക്ഷാ സംവിധാനമുള്ള ഒരു സ്ഥലത്ത് പോലും സാധാരണക്കാരൻ്റെ ജീവിതത്തിന് വലിയ പ്രഹരമേറ്റിട്ടുണ്ട്. അതിൽ വിലക്കയറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പിന്നെ ജീവിത ചെലവുകളിൽ വിദ്യാഭ്യാസം, ആരോഗ്യം ഇതിലൊക്കെ വന്നിട്ടുള്ള അനിയന്ത്രിതമായ ചിലവുണ്ട്. ഇവിടെയൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഒരു നയം സമാശ്വാസത്തിൻ്റെതായിട്ട് ഒരു കാണില്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റേതായിട്ട് ഇവിടെ സംസ്ഥാനം കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. വിദ്വേഷത്തിൻ്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ ഇവരെല്ലാം നടത്തുന്ന പരിശ്രമം ഇത് ജനങ്ങളിൽ ഒരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ വളരെ വ്യക്തതയുള്ള ഒരു നിലപാടാണ് എല്ലായ്പ്പോഴും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. BJPയുടെ തീവ്ര ഹിന്ദുത്വത്തോടുള്ള താല്പര്യക്കുറവ് പൊതുവെ ജനങ്ങളിൽ ദൃശ്യമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് ഇപ്പോൾ നമ്മൾ പിന്നിട്ടത്. സർ അവസാനമായിട്ട് ഇനി പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. മണ്ഡലത്തിലെ ജനങ്ങളോടായിട്ട് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ കാലത്തിൻ്റെ ശരിക്കും അനുയോജ്യമായ തരത്തിൽ ഒരു വോട്ട് രേഖപ്പെടുത്തണമെന്നാണ്. മനുഷ്യസ്നേഹത്തിന് എല്ലാവരും തമ്മിലുള്ള സ്നേഹ സൗഹൃദങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടായിരിക്കണം ആ വോട്ട്. അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യണം എന്നാണ് ഞാൻ പറയുക. തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകൾ അറിയിക്കണം സർ. അതിനാണ് വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി. ഒപ്പം മണ്ഡലത്തിലെ ജനകീയ വിഷയങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രചരണം ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. എ അനുരാഗിനൊപ്പം ഗൂഗിൾ രമേശ്, അമൃത ന്യൂസ്, പാലക്കാട്.